പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള വാഹന വിപണി മേഖലയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിനൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ക്യാമറ പെറ്റിയടിക്കുന്നുണ്ട്, പോലീസ് പെറ്റിയടിക്കുന്നുണ്ട്, ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങി സർവ്വ ആൾക്കാർ ഓടി നടന്ന് പെറ്റിയടിക്കുന്നുണ്ട്. നിയമലംഘനമാണ് പെറ്റിയടിക്കുന്നത്. പക്ഷേ നമ്മുടെ വാഹനം വിൽക്കുന്ന സമയത്ത് പെറ്റി നോക്കാനായിട്ടൊരു ആപ്പ് സംവിധാനം കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്പോ അല്ലെങ്കിൽ അത് കൃത്യവും വ്യക്തവുമായിട്ട് ഇപ്പോൾ ട്രാഫിക്കിനെ പറ്റി, എൻഫോഴ്സ്മെൻറ്റിനെ പറ്റി അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇതൊന്നും തന്നെ കൃത്യവും വ്യക്തവുമല്ലാതെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ അടിക്കുന്ന പെറ്റിയുടെ പൈസ സർക്കാരിന് തിരിച്ചെത്തുമ്പോഴാണ് അവിടെ വരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പെറ്റി അടയ്ക്കാനായിട്ടൊരു മാർഗം ഇന്ന് നമുക്ക് നിലവിലില്ല. ഇപ്പോൾ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഒക്കെ അടയ്ക്കാനായിട്ട് ഒരിടത്ത് OTP ചോദിക്കാറില്ല. ഏത് വീട്ടിലെയും കറണ്ട് ബില്ല് ഡയറക്റ്റ് അടയ്ക്കാം, വാട്ടർ ബില്ല് ഡയറക്റ്റ് അടയ്ക്കാം. എന്തുകൊണ്ട് ആ വീട്ടിലെ വാഹനത്തിൻ്റെ പെറ്റി നമുക്ക് ഡയറക്റ്റ് അടയ്ക്കാൻ സാധിക്കുന്നില്ല? അവിടെ നമ്മൾ RC ഓണറിൻ്റെ എന്ന് ഓരോ പെറ്റി അടയ്ക്കുന്നതിന് OTP വിളിച്ച് മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ. ഇനി ഉണ്ടായിരിക്കുന്ന പെറ്റികൾ നേരെ ചെയ്യാൻ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ സർക്കാരോടും മന്ത്രിയോടും MPയോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അടിക്കുന്ന പെറ്റികൾ, നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ഈ മേഖലയിൽ നിന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പെറ്റി ദയവ് ചെയ്ത് സർക്കാരിനോട്ട് വരുമാനം കണ്ടെത്തി തരുന്ന മേഖലയും നമ്മൾ തന്നെയായിരിക്കും. കാര്യം ഇത് പേര് മാറുന്ന സമയത്ത്, ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അടയ്ക്കാനായിട്ടൊരു സൗകര്യം നമുക്ക് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഒക്കെ അടയ്ക്കുന്നത് പോലെ പെറ്റിയും ഏത് സാധാരണക്കാരനും അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇത്രയും പേരുടെ ഒരു പ്രതിഷേധമായിട്ട് തന്നെ പറയുന്നു.